ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ മനമക്കാവ് അമ്പലമാണ് നമ്മൾ എടുക്കുന്നതെന്ന്. കണ്ടോ, ഇതാണ് മനമക്കാവ് അമ്പലം. അയ്യപ്പൻ്റെ അമ്പലമാണ്. വൃശ്ചിക മാസമായ നിറയെ അയ്യപ്പന്മാർ കെട്ട് നിറച്ച് പോണ സ്ഥലമാണിത്. ഇത് ഊട്ടുപുരയാണിത്. ഇത് പാലയും സർപ്പക്കാവും ഒക്കെ കൂടിയത്. ഇത് നമ്മുടെ പ്രശസ്തമായ നീലത്താമര സിനിമ ഉണ്ടായിരുന്നില്ലേ, അതിലത്തെ താമര വിരിയണ കുളത്തിലേക്കുള്ള പടവുകളാണത് കേട്ടോ. നീലത്താമര സിനിമയിലത്തെ ഇത് ഒരു കുളത്തിലേക്കുള്ള കടവ്. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ഇവിടെയൊക്കെ. പുറത്ത് കുളിയൊന്നും ഇല്ല തോന്നുന്നുണ്ട്. അപ്പുറത്തൊക്കെയാണ് തോന്നുന്നുണ്ട് കുളിയൊക്കെ. 3-4 കടവുണ്ട് ഇവിടെ കേട്ടോ. ഇതാ ഒരു കടവ്, ഇതാ കണ്ടോ, കടവിലേക്ക് പോണ ഭാഗങ്ങളൊക്കെ കണ്ടോ. ഇങ്ങനെ കയറി വരുന്ന സ്റ്റെപ്പുകൾ കണ്ടോ. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് കിടക്കുന്ന ഒരു കടവ്. ഇത് അടുത്ത കടവിലേക്ക് പോണ വഴി. ഇത് അടുത്ത കടവ്. ഇതിൽ കുളിയൊക്കെ ഉണ്ട് കേട്ടോ. കല്ലൊക്കെ ഉണ്ട്. കണ്ടോ കടവ് കയറി വന്നിട്ട് അത് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഇത് തിരുമേനി കുളിക്കുന്ന കടവാ തോന്നുന്നുണ്ട്. അത് അടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ നീലത്താമര വിരിയുന്ന എന്താ പറയുക, മണിക്കിണർ കാണണ്ടേ, ഈ കുളത്തിൽ തന്നെയുള്ളൊരു ഭാഗമാണത്. അത് ഒരു ഗ്രില്ലിട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് നീലത്താമര വിരിയുന്ന സ്ഥലം. കണ്ടോ, അതിൽ താമരയുടെ ഇതൾ കണ്ടോ. അതിന് മുകളിൽ പുല്ല് പിടിച്ചിട്ടുണ്ട്. ഇതാണ് താമര. ഇവിടെയാണ് താമര നിൽക്കുന്ന ഭാഗമാണത്. ഇതിലെന്താ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ നടക്കിൽ 1 രൂപ നാണയം വെച്ച് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇതിൽ താമര വിരിയുമെന്നാണ് പറയുന്നത്. അതാണ് അതിലുള്ള ഐതിഹ്യം. അതാണല്ലോ നീലത്താമരയിൽ
ആ സ്ത്രീ അതിലെ നടി എന്താ 1 രൂപ നാണയം വെച്ചിട്ട് ഇവിടെ താമര വിരിയുമ്പോൾ മൊട്ട് കൊണ്ടുപോയിട്ട് നടക്കിൽ വെക്കുക എന്താണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പം ഇന്ന് നമ്മളുടെ പ്രശസ്തമായ മനമുക്കാവ് അമ്പലം, നീലത്താമര വിരിയുന്ന മനമുക്കാവ് അമ്പലം. ഇതുണ്ടോ വലിയൊരു ആല് കണ്ടോ, ഇത്ര വലിയ ആല നോക്കിയത്. റോഡ് സൈഡാണ് ഈ അമ്പലം കേട്ടോ. പറക്കുളം മനമുക്കാവ്, പറക്കുളം റോട്ടിൽ നിന്ന് മനമുക്കാവ്, കുമ്പിടി വന്നിട്ട് അങ്ങനെയും വരാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.